സോ ഗൈസ് അങ്ങനെ നമ്മളിപ്പോ വാവൂര് സ്വാമിനെ തൊഴുത് ഇറങ്ങിയിട്ട് ഇപ്പൊ നേരെ എരുമേലി അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ നേരത്തെ കണ്ട കാഴ്ചകളൊക്കെ അവിടെ വാവൂര് സ്വാമിയുടെ അവിടെ എന്ത് തല്ലാണത്? ആണെന്തല്ല പറ, എന്ത് തല്ലാണത്? കന്നിക്കാര് എന്തോ അടിയൊക്കെ പേട്ടതുള്ളന്ന് പറഞ്ഞിട്ട് കന്നിക്കാര് എന്തൊക്കെയോ വടിയൊക്കെ വെച്ചിട്ട് അടിക്കുന്നു. ഓറേണ്ട് പാണന്തല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വടി വെച്ചിട്ടൊക്കെ അടിക്കണ്. ഏതൊരു ചെക്കനൊക്കെ അരിഞ്ഞിട്ടൊക്കെ പോണ്ടായിരുന്നു. ഭയങ്കര സീനാണ്. അപ്പൊ ഞങ്ങളിപ്പോ എരുമേലി അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് പമ്പയിലോട്ടല്ലേ, ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ കഴിക്കാൻ കയറും. ഇത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ പമ്പയിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഞാൻ അമ്പലത്തിൽ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചുതരാം. ഭയങ്കര സീനാണ് കേട്ടോ. മറ്റേ വടിയൊക്കെ വെച്ച് അടിച്ചിട്ട് ഫുള്ള് താഴെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇലയൊക്കെ കിടക്കുക. കുറച്ച് റിസ്കിയാണ്. അപ്പൊ ഞാൻ ഇനി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലായിരുന്ന മറ്റേ പേട്ടതുള്ളന്ന് പറഞ്ഞിട്ട് ആ സംഭവമാണ്. അവരുടെ കൂട്ടത്തിൽ വരുന്നവര് അങ്ങനെ നല്ല ഉറക്കെ അടിക്കുവോ, പിള്ളേരൊക്കെ അങ്ങ് കരയുവോ അങ്ങ്. അപ്പൊ ഞങ്ങളിത് അമ്പലത്തിന്റെ അകത്തെത്തി. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ കട്ട് ചെയ്യണം. ഇനി ബാക്കി വേറെ കാണിച്ചു തരാം. അതുപോലെ അടിക്കാനാ ഞാൻ ഈ വീഡിയോയില് കാണിച്ചു തരാം. ഈ എരുമേലിയിൽ വെച്ചിട്ട് എന്നെ കാണാണ്ടായി എന്ന് പറഞ്ഞ ഇവരൊക്കെ ആയിരിക്കും കാരണക്കാര്. ഉള്ള കാര്യം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എരുമേലി അമ്പലത്തിലെത്തി. എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിള്. നമ്മൾ ഇവിടെ ഒരു തേങ്ങ ഇവിടെ ഉടച്ച് ഇവിടെ പ്രാർത്ഥിച്ച് തൊഴുത്തിട്ട് എന്നിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് എന്നിട്ടായിരിക്കും നമ്മൾ പമ്പയിലേക്ക് പോകട്ടോ. ഇതിന്റെ അപ്പുറത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഉള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങള് തൊഴുത് ഇറങ്ങിയായിരുന്നു. അപ്പൊ ഉള്ളിൽ അവര് സംസാരിക്കണ്ടായിരുന്നു. അധികം തിരക്കൊന്നും ഇല്ല എന്ന് സംസാരിക്കണ്ടായിരുന്നു. അപ്പോ പമ്പയിലെത്തിയിട്ട് നോക്കണം അധികം തിരക്കുണ്ടാവോ ഇല്ലയോന്ന്. അപ്പോൾ ഇതിന്റെ അകത്ത് അവര് സംസാരിക്കണ്ടായിരുന്നു പറഞ്ഞാൽ തിരക്കില്ല എന്നൊക്കെയാണ് സംസാരിക്കണ്ടായിരുന്നത്. എന്തുവാന്ന് അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെ തേങ്ങ എവിടെയാണോ ഉടയ്ക്കുന്നത്? തേങ്ങ എവിടെയാണോ ഉടയ്ക്കുന്നത്? കേസ് അങ്ങനെ നമ്മൾ തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ ക്യാമറ ആർക്കെങ്കിലും കൈമാറിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവസാനം നോക്കുമ്പോ മൊബൈൽ എടുത്തറിയൂലേ. ചേട്ടാ ഒന്ന് വീഡിയോ എടുക്കും, ഞാൻ തേങ്ങ ഒന്ന് ഉടയ്ക്കാം. കേസ് അങ്ങനെ നമ്മള് തേങ്ങ എറിയുന്ന കണക്കിലോട്ട് പോവാണ്. നല്ല നോക്കട്ടെ. അങ്ങനെ ഞങ്ങള് തേങ്ങ ഉടയ്ക്കുന്ന ചടങ്ങ് കഴിഞ്ഞ് അപ്പോ അങ്ങനെ എരുമേലി അമ്പലത്തിൽ വന്ന് തൊഴുതു തേങ്ങ ഉടച്ചു. ഇനി നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ പമ്പയിലോട്ടായിരിക്കും പോകട്ടോ. അപ്പൊ ഇനി പമ്പയിൽ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പൊ ശരി എന്നാ ബൈ. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി നീ സപ്പോർട്ടറൊക്കെ വാങ്ങിയിട്ട് കാലിലിടാനിട്ട് കാലിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നീ സപ്പോർട്ടറൊക്കെ വാങ്ങി ഫുൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. പക്ഷെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഫുള്ള് ചളിയാണ്. ഇവിടെ ചളിയും പിന്നെ റോഡും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഫുള്ള് ബ്ലീച്ച് ഒക്കെ ഇട്ടിട്ട് എവിടെ നോക്കിയാലും ബ്ലീച്ചിന്റെ വേണം. റോഡ് സൈഡിൽ ഫുള്ള് എവിടെ നോക്കിയാലും അമ്പലത്തിലൊക്കെ ഫുള്ള് ബ്ലീച്ചിന്റെ വേണം. ഫുള്ള് ബ്ലീച്ചിങ് ഇട്ട് കഴിക്കാം. അപ്പൊ ഇങ്ങനെയാണ്. ഇനി അടുത്തത് പമ്പിലോട്ട് പോവാം. അപ്പൊ ശരി എന്നാ. അപ്പൊ നമ്മള് ഇപ്പൊ എരുമേലിയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പമ്പയിലോട്ട് പോവാണ്. അപ്പൊ എരുമേലിയിലെല്ലാം കഴിഞ്ഞു നേരെ പമ്പയിലോട്ട് എത്തുവാണ്. അപ്പൊ ഇനി പമ്പയിൽ വെച്ചിട്ട് കാണാം. അങ്ങനെ നമ്മളിനി പമ്പ എത്തിയിട്ടില്ല. അതിന് മുമ്പ് ഇടയ്ക്ക് കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടുന്ന് നമ്മള് കഞ്ഞി കുടിച്ചിട്ടാണ് ഇനി ഇറങ്ങാൻ പോകുന്നത്. ഇവിടുന്ന് കഞ്ഞി കുടിച്ചിട്ട് നേരെ പമ്പയിലോട്ട് പോകും. പിന്നെ അവിടുന്ന് കുളിച്ച് അവിടുന്ന് നേരെ ശബരിമലയിലോട്ട് കയറും. ഓക്കെ, അപ്പൊ ഞാൻ കഞ്ഞി കുടിച്ചിട്ട് വരാം. ബൈ.
A few moments later. അപ്പൊ ഞങ്ങൾ കഞ്ഞി കുടിച്ച് റെസ്റ്റ് റൂമിലേക്ക് പോകാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ ഇവിടെ ഒരു നല്ലൊരു കാഴ്ച ഉണ്ട്. അപ്പൊ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പൊ അടിപൊളി കാഴ്ചയാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടാ. അങ്ങോട്ട് പോവാം. അങ്ങോട്ട് നോക്കടാ. അങ്ങനെ നമ്മളതിന് പമ്പ എത്തിയിട്ടില്ല. അതിന് മുമ്പ് നമ്മളൊരു അടിപൊളി കാഴ്ച കണ്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. വിഷയല്ലേ ദൂരേട്ടാ? ഇല്ലേ വെള്ളം അതല്ലേ അന്നേരം എന്തെങ്കിലൊക്കെ ചെയ്യും. പഴുപ്പുണ്ട് അവിടെ അങ്ങനെ നമ്മള് വെള്ളത്തിലിറങ്ങി അവിടെ നോക്കട്ടെ. നല്ല ആഴുണ്ട്. ഇവിടെ ആൾക്കാർ കുളിക്കാറുണ്ട്. അവിടെ ഇറങ്ങി കയറി തണുപ്പില്ലേ? തണുപ്പ് ആദ്യം തണുപ്പുണ്ട്. നമ്മൾ പോവുകയാണ്. നേരെ നമുക്ക് പമ്പയിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങള് കഞ്ഞി ഓടിച്ചിട്ട് നേരെ പമ്പയിലോട്ട് യാത്ര ചെയ്യും. അപ്പൊ ഇനി പമ്പയിൽ പോയിട്ട് കാണാം. ഓക്കെ ബൈ. 2 hours later. സോ ഗൈസ്, നമ്മളിപ്പോ നിലക്കല്ല് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇനി KSRTC ബസ് കയറിയിട്ട് വേണം പമ്പയിലോട്ട് പോകാനായിട്ട്. ഇവിടെ നമ്മൾ KSRTC ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് ബസ് പിടിച്ചിട്ട് നമ്മൾ നേരെ പമ്പയിലോട്ട് പോകണം. ഓക്കെ, അപ്പൊ ഇനി പമ്പയിൽ വെച്ച് കാണാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ അടിച്ച് പിടിച്ച് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് സീറ്റൊക്കെ സംഘടിപ്പിച്ചിരുന്നു. കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പമ്പ എത്തുന്നവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനാണ് പ്ലാൻ. കുഴപ്പമൊന്നുമില്ലല്ലോ സീറ്റ്? അപ്പൊ എല്ലാവർക്കും സീറ്റ് ആയിട്ടുണ്ട്. സീറ്റ് എല്ലാവർക്കും ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആണെങ്കിലും കുഴപ്പമില്ല, നല്ല രീതിക്ക് ഇരുന്ന് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നേരെ പമ്പയാണ്. അപ്പൊ പമ്പ എത്തിയിട്ട് ബാക്കി കാണാം. എന്താണ് കണ്ട എന്തൊക്കെയായി പറയുന്നത്? നമ്മളതൊന്നും കാര്യമാക്കണ്ട. നേരെ പമ്പയിൽ പോണു. ബാക്കി കാഴ്ചകൾ നമ്മള് പമ്പയിൽ വെച്ച് കാണുന്നു. ഓക്കെ, കുഴപ്പമില്ല. നല്ല എല്ലാവർക്കും ആരും നിക്കണമെന്നില്ല, എല്ലാരും വീട്ടിൽ ഇരുന്നിട്ട് തന്നെയാ വരുന്നത്. ഇത്രയ്ക്കും അടിപൊളിയായിട്ടുണ്ടാവും സ്ഥലങ്ങളൊന്നും വിചാരിച്ചില്ല. കാണാനൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ വിശ്വ വ്യൂസ് ആണ്. നമ്മളങ്ങനെ KSRTC പമ്പ ബസ് സ്റ്റാൻഡ് എത്തി. ഇനി ഇവിടെ നിന്ന് കുളിച്ചിട്ട് നേരെ മല കയറാൻ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ പമ്പയിൽ കുളിച്ചിട്ട് ഇവിടുന്ന് നേരെ മല കയറാൻ പോകും. ഇനി ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ പമ്പയിലോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പമ്പയിൽ കുളിക്കാൻ പോകണം. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. തിരക്കൊന്നും അധികം കാണുന്നില്ല, എന്നാലും അത്യാവശ്യം ഉണ്ട് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടെ ഇവിടുത്തെ തിരക്ക് എങ്ങനെയാണ്, നോക്കാം.